നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി എത്തുകയാണ്. കന്യാകുമാരിയിലാണ് അദ്ദേഹം ധ്യാനത്തിനായി എത്തുന്നത്. വിവേകാനന്ദ പാറയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായാണ് അദ്ദേഹം എത്തുന്നത്. ഈ മാസം 30-ന് വൈകിട്ടോടെ കന്യാകുമാരിയിൽ എത്തുന്ന പ്രധാനമന്ത്രി 31-ന് രാവിലെ വിവേകാനന്ദ പാറയിലേക്ക് പോകുമെന്നാണ് വിവരം. ജൂൺ 1-ന് മടങ്ങുമെന്നും സൂചനയുണ്ട്. ധ്യാനം തുടരാനാണ് തീരുമാനമെങ്കിൽ 1-നും അദ്ദേഹം വിവേകാനന്ദ പാറയിൽ തുടരുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിലെ വാവാതുറൈ മുനമ്പിൽ നിന്നും കടലിലേക്ക് 500 മീറ്റർ അകലെയായാണ് വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത്. വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തിക്കടന്ന് പ്രാർത്ഥിക്കുവാനായി പോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന വിവേകാനന്ദ പാറ കന്യാകുമാരി കാണാനെത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണിത്. കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന 2 പാറകളിൽ ഒന്നാണിത്. ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിന് ശേഷം കന്യാകുമാരിയിലേക്കായിരുന്നു അദ്ദേഹം വന്നത്. അന്ന് 500 മീറ്ററോളം ദൂരം കടൽ നീന്തിക്കടന്ന് അദ്ദേഹം ഇവിടുത്തെ പാറയിൽ ഒന്നിലെത്തുകയും 3 ദിവസം സമയം ചിലവഴിക്കുകയും ചെയ്തു എന്ന് പറയുന്നു ചരിത്രം. 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ കന്യാകുമാരിയിൽ അദ്ദേഹം സമയം ചെലവഴിച്ചു. ആ സമയം അദ്ദേഹം ചെലവഴിച്ച പാറയാണ് വിവേകാനന്ദ പാറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുരാതനവും ആധുനികവുമായ ശില്പ രീതികളുടെ ഒരു സംയുക്തമാണ് ഇവിടെ കാണുന്നത്. തമിഴ് ബംഗാൾ ശില്പരീതികൾ എന്നും പറയാം. പ്രധാന മണ്ഡപം ബെലൂരിലുള്ള ശ്രീരാമകൃഷ്ണ ക്ഷേത്രം പോലെ ഇരിക്കുന്നുണ്ട്. എന്നാൽ പ്രവേശന കവാടം അജന്ത എല്ലോറ ഗുഹകളിലെ ശില്പങ്ങളോട് സാദൃശ്യം വഹിക്കുന്നുണ്ട്. ഇവിടെ സ്വാമിജിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട്. സീതാറാം ആർത്രേ എന്ന ശില്പിയാണ് അത് നിർമ്മിച്ചത്. ശ്രീപാദ പാറയെന്നും വിളിക്കപ്പെടുന്ന ഈ പാറ ദേവി കന്യാകുമാരി സ്വന്തം പാദം കൊണ്ട് അനുഗ്രഹിച്ചതായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവിയുടെ പാദം ശ്രീപാദം എന്നും അറിയപ്പെടുന്നു. വിവേകാനന്ദ സ്വാമി പ്രതിമയുടെ ദൃഷ്ടി ഈ പാദത്തിൽ പതിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന നിർമ്മിതികൾ ശ്രീപാദ മണ്ഡപം, ഗർഭഗൃഹം, അകത്തെ പ്രകാരം, ബാഹ്യപ്രകാരം, വിവേകാനന്ദ മണ്ഡപം, ധ്യാന മണ്ഡപം, മുഖമണ്ഡപം, സഭാമണ്ഡപം എന്നിവയാണ്. ധ്യാന മണ്ഡപത്തിൽ സന്ദർശകർക്ക് ധ്യാന നിരതരായി ഇരിക്കാം. സംഘ സ്വയം സേവകരുടെ പരിശ്രമം കൊണ്ട് കിട്ടിയ അമൂല്യ നിധിയാണ് ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് 3 സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഭൂമിയിലെ ഏക സ്ഥലം. കന്യാകുമാരി വിവേകാനന്ദ സ്മാരക കേന്ദ്രം സൂര്യോദയവും അസ്തമയവും സമുദ്രത്തിൽ കാണാൻ കഴിയാവുന്ന വിരലിലെണ്ണാവുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ്. ഹിമാലയത്തിൽ വസിക്കുന്ന ദേവനെ വരിക്കാൻ കന്യകയായ ദേവി തപസ്സിരിക്കുന്ന ഭൂമി എന്ന ഐതിഹ്യം. കരയിൽ നിന്ന് 2.5 ഫർലോങ് അകലെയുള്ള ശ്രീപാദപ്പാറയിൽ ദേവി കന്യാകുമാരിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു കാൽപാദത്തിന്റെ ആലേഖനം പതിഞ്ഞു കിടപ്പുണ്ട്. 1892 സ്വാമി വിവേകാനന്ദൻ ഈ പാറയിൽ 3 ദിവസത്തോളം ധ്യാന നിരതനായിരുന്നു. ആ ധ്യാനത്തിലാണ് സ്വാമിജി ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനമെടുക്കുന്നതും തുടർന്ന് ചിക്കാഗോയിൽ ആരംഭിച്ച അദ്ദേഹത്തിന്റെ ദിഗ്വിജയ യാത്ര 1 പതിറ്റാണ്ടോളം സ്വാമിജിയുടെ സമാധി വരെ നീണ്ടു. കന്യാകുമാരിയുടെ മുഖമുദ്രയായ ആ സമുദ്ര സ്മാരകത്തിന് രോമാഞ്ചദായകമായ ഒരു ചരിത്രമുണ്ട്. പലർക്കും ദഹിക്കാത്ത ഒരു ചരിത്രം, പലരും മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന ചരിത്രം, അത് രചിച്ചവർക്ക് കൊട്ടിഘോഷിക്കാൻ താല്പര്യമില്ലാത്ത ചരിത്രം. തമിഴ്നാട്ടിലെ കന്യാകുമാരി പ്രദേശം ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരാണ്. തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ തീരുമാനങ്ങളിലും സഭയുടെ സ്വാധീനം വളരെ നിർണായകമാണ്. 1963 സ്വാമി വിവേകാനന്ദ ജന്മശതാബ്ദി വർഷമായിരുന്നു. സ്വാമിജിയുടെ ജീവിതത്തിലെ ഒരു മർമ്മപ്രധാനമായ സ്ഥലം എന്ന നിലയിൽ കടലിലെ പാറയിൽ ഒരു സ്മാരകം പണിയണം എന്ന രീതിയിലുള്ള ചർച്ചകൾ ശ്രീരാമകൃഷ്ണ മിഷനിൽ സജീവമായി. അത് ക്രമേണ സമൂഹത്തിലും ചർച്ചാ വിഷയമായി. ഈ സംരംഭം നടന്നാൽ അത് തങ്ങളുടെ സ്വാധീനത്തിന് ഭീഷണിയാകുമെന്ന് ഭയന്ന സഭ ഇത് കന്യാകുമാരിയല്ല കന്യകാമേരിയാണെന്ന് വാദിച്ചുകൊണ്ട് സംഘടിത ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ ശ്രമത്തോടെ ശ്രീപാദപ്പാറയിൽ ഒരു കുരിശ് സ്ഥാപിച്ചു. ഒരു കാരണവശാലും ഇനി അവിടം കൈവിട്ടു പോകാതിരിക്കാനുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു അത്രയത്. പാറയിൽ കുരിശ് വന്നതോടെ കാര്യങ്ങൾ സങ്കീർണമായി. എത്രയും വേഗം ആ കുരിശ് നീക്കം ചെയ്തില്ലെങ്കിൽ വിവേകാനന്ദ സ്മാരകം സ്വപ്നമായി അവശേഷിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ RSS ആ ദൗത്യം ഏറ്റെടുത്തു അത്രേ. കോഴിക്കോട് വെള്ളയിൽ കടപ്പുറം ശാഖയിലെ ലക്ഷ്മണനും മറ്റ് 13 സ്വയം സേവകരുമാണ് അതീവ സാഹസികമായ ഈ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ടത്.
കടലിനോട് മല്ലടിച്ച് കടലിന്റെ മനഃശാസ്ത്രം നന്നായി അറിയാവുന്ന ലക്ഷ്മണനും കൂട്ടരും അങ്ങനെ കന്യാകുമാരിയിലേക്ക് തിരിച്ചു. നൂറുകണക്കിന് എതിരാളികളോട് മത്സരിച്ച് ഈ ദൗത്യം നിർവഹിക്കാൻ ലക്ഷ്മണൻ അടക്കം 15 പേർ. ഇരുളിന്റെ മറവിൽ പാറയിലേക്ക് തുഴഞ്ഞ് അവർ കുരിശ് തകർത്തു. നേരം വെളുത്തപ്പോഴാണ് പള്ളി വിവരമറിയുന്നത്. സംഘടിച്ചെത്തിയ ക്രിസ്ത്യാനികൾ പാറയിൽ വീണ്ടും കുരിശ് സ്ഥാപിച്ചു. നൂറുകണക്കിന് മുക്കുവർ വള്ളങ്ങളുമായി പാറയ്ക്കു കാവൽ നിന്നു. അടുത്ത വെളുപ്പാങ്കാലത്ത് കാവൽക്കാർ അല്പമൊന്ന് അലസിയതിന്റെ പഴുതിലൂടെ ലക്ഷ്മണനും കൂട്ടരും വീണ്ടും പാറയിലെത്തി കുരിശ് കടലിലെറിഞ്ഞു അത്രേ. രോഷാകുലരായ എതിരാളികൾ ആക്രമിച്ചപ്പോൾ ലക്ഷ്മണനും സംഘവും കടലിൽ ചാടി കരയിലേക്ക് നീന്തി രക്ഷപ്പെട്ടു. സാഹചര്യം സങ്കീർണമായപ്പോൾ കളക്ടറും RDOയും ഇടപെട്ടു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സ്റ്റാറ്റസ് കോ നിലനിർത്താൻ ഉത്തരവായി. അതോടെ അവിടെ കുരിശ് സ്ഥാപിക്കാനുള്ള ശ്രമം അവസാനിച്ചു. നന്ദി.